നമ്മൾ ഒരുപാട് വെറൈറ്റി അവൽ മിൽക്കിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ പല തവണയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചവുമാണ്. അപ്പോൾ ഇന്നും അതുപോലെ എന്നല്ല, അതുക്കും മേലെ ടേസ്റ്റിയും ഹെൽത്തിയുമായ പഞ്ചസാര ചേർക്കാത്ത നല്ലൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് 1/2 കപ്പ് കപ്പലണ്ടി, അതായത് നീലക്കടലയിട്ട് 2 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ പറഞ്ഞ 2 മിനിറ്റിന് ശേഷം, അതായത് അതൊന്ന് മൂത്ത് ചെറിയൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പംകിൻ സീഡ്, അതായത് മത്തങ്ങയുടെ ആ ഒരു കുരു ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ വാട്ടർമെലൺ സീഡ്, അതായത് തണ്ണീർമത്തൻ്റെ കുരു ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി ഇതേ പാനിലേക്ക് തന്നെ 1.5 കപ്പ് അവൽ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടും നമ്മുടെ അവൽ മിൽക്കിന് ഏറ്റവും നല്ലത് ചുവന്ന അവലാണ് കേട്ടോ. അങ്ങനെ ഈ അവലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതായത് ഇതൊന്ന് മൂത്ത് ക്രിസ്പിയായി തുടങ്ങണം. ഇനി ഒരുപക്ഷെ ഇത് ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിൽ കുറച്ച് കയ്യിലെടുത്ത് ഇതുപോലെ ഒന്ന് ഞെരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് 2 മീഡിയം വലുപ്പമുള്ള ഏത്തപ്പഴമാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 200 ഗ്രാമോളം വരും. അപ്പോൾ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലെ മെയിൻ ഐറ്റം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരമായി കരിപ്പട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊരു 80 ml കപ്പിൽ ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതോടൊപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ശേഷം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഈ അരച്ചതും റോസ്റ്റ് ചെയ്തെടുത്തതുമായ എല്ലാ ഐറ്റംസും ഒന്നിനു മീതെ ഒന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. സാധാരണയായി അവൽ മിൽക്ക് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് രസകദളി പഴമാണ്. അതുപോലെ പഞ്ചസാരയ്ക്ക് പകരമായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കരിപ്പട്ടിയുമാണ്. എന്ന് കരുതി ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന, പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന അവൽ മിൽക്കിനേക്കാളും ഇരട്ടി ടേസ്റ്റാണ്. അതുപോലെ അതിനേക്കാൾ ഇരട്ടി ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അറിയിക്കുക. അങ്ങനെ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒരു തവണ ഒഴിച്ചു കൊടുത്തിട്ട് നിർത്തരുത് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, ഏത് പ്രായക്കാർക്കും വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അവൽ മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.